Hi guys, welcome back to my channel. I am Afrin and this video is how to create a YouTube thumbnail. ഞാൻ കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുമ്പോൾ മൈ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുന്ന ടൈമിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായത് എന്താണ് എങ്ങനെയാണ് തംബ്നെയിൽ എഡിറ്റ് ചെയ്യണത് VN ആപ്പിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. സോ VN ആപ്പിൽ പറ്റും, ബട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാൻവ ആപ്പിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ലെറ്റ്സ് സീ. അതിനായിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം സെർച്ച് ബാറിൽ പോവാം. സെർച്ച് ബാറിൽ പോയതിന് ശേഷം യൂട്യൂബ് തംബ്നെയിലിന് അടിച്ചാൽ തംബ്നെയിലിന് അടിക്കാം. അപ്പോൾ യൂട്യൂബ് തംബ്നെയിലിന് അടിച്ചാൽ തന്നെ ഇതേപോലെ കുറേ അധികം നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ ഐഡിയാസ് കിട്ടും. അതിന് മുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ ബ്ലാങ്ക് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഐഡിയാസിൻ്റെ അവിടെ നമ്മൾ ഇമേജ് സേവ് ആക്കിയതിന് ശേഷം അങ്ങനത്തെ അതേ സെയിം തംബ്നെയിലാണെങ്കിൽ നമുക്ക് തംബ്നെയിലാക്കാം. പക്ഷേ കുറേ എണ്ണം പെയ്ഡ് ഉണ്ടാവും. പെയ്ഡ് മനസ്സിലാക്കാം, ഒരു കീടം അതിൽ ഉണ്ടാവും. പക്ഷേ പെയ്ഡല്ലാത്ത നമുക്ക് ഫ്രീ ആയിട്ടുള്ള കുറേ തന്നെ ഉണ്ടാവും. ഇങ്ങനെ നോക്കിയിട്ട് തന്നെ പിടിക്കുന്നതിനാണല്ലോ ഏറ്റവും പറ്റുന്ന വെച്ചാൽ നമ്മളെ കണ്ടൻറ്റ് അവിടെ യൂട്യൂബ് തംബ്നെയിൽ അപ്പുറത്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനാണ് ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് തംബ്നെയിൽ അടിച്ചത് തന്നെ ഇങ്ങനത്തെ തംബ്നെയിൽ അങ്ങനത്തെ ഒക്കെ അടിപൊളി തംബ്നെയിൽസ് കിട്ടും. അപ്പോൾ നമുക്കിത് അതിന് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലൊക്കെ ഞാൻ അപ്പോൾ ഇതോടെ ഒരു സെർച്ച് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളത് അതായത് ഈ ഒരു തംബ്നെയിലാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് അവിടെ എഴുതിക്കാൻ ടെക്സ്റ്റിൻ്റെ അവിടെ നിൽക്കാൻ നമുക്ക് ടെക്സ്റ്റ് മായ്ച്ചിട്ട് അതേ ഡിസൈൻ അതേ ഫോണ്ടിൽ തന്നെ നമുക്ക് അവിടെ ഇഷ്ടമുള്ള എഴുതാൻ പറ്റും. ഞാൻ ഇപ്പോൾ അതാ മൈ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ അതേ ഫോണ്ടിൽ അതേ സെയിം കളറിൽ തന്നെ വരുന്നുണ്ട്. സോ അപ്പുറത്ത് നമുക്ക് ഫോണ്ടുകൾ മാറ്റാനും കളേഴ്സ് തീം മാറ്റാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അപ്പം നിങ്ങൾക്ക് ഏതിഷ്ടം അങ്ങനെ മാറ്റാം. പിന്നെ അവിടെയുള്ള പിക്ചർമേ ടച്ച് ചെയ്താൽ നമ്മൾ ഗാലറി ഇട്ട് നമ്മൾ പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എടുത്ത് വെച്ച ഫോട്ടോസൊക്കെ നമുക്ക് അതിലോട്ട് ആഡ് ആക്കാം. ഇതേപോലെ എന്നിട്ട് സേവനൊക്കെ നമ്മൾ ഇമേജ് സേവ് ആകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആൻഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ഇപ്പോൾ നമുക്കും എല്ലാവർക്കും ബൈ.